Hello and welcome back, everyone. Let's talk about Daughter, a poem written by Gertrude Stein. Gertrude Stein was an American poet who coined the term lost generation. Before summarizing the poem, let's discuss the concept lost generation. ഒരു 1920s ടൈമിൽ അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത ഒരു ടേം ആയിരുന്നു ലോസ് ജനറേഷൻ എന്ന് പറയുന്നത്. ഫേസ്റ്റ് വേൾഡ് വാറും അതുപോലെ തന്നെ ദ ഗ്രേറ്റ് ഡിപ്രഷനും വിറ്റ്നസ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ജനറേഷൻ, അതായത് വേൾഡ് വാറൊക്കെ കഴിഞ്ഞിട്ട് വന്ന ആ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനെയും വിളിക്കുന്ന പേരാണ് ദ ലോസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. ദേ ഹാഡ് നോ ഐഡിയ വാട്ട് ടു ഡു. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്നും അവർക്ക് പ്രത്യേകിച്ച് ഐഡിയ ഇല്ലായിരുന്നു. കാരണം ഇപ്പോൾ വേൾഡ് വാർ എന്ന് പറയുന്നൊരു കാര്യം അവരുടെ മൊത്തം എസെൻസ് എടുത്ത് കളഞ്ഞു. അവരെന്തിന് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പോലും അറിയത്തില്ല. ഓൾവേസ് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ആ സ്ട്രഗിളിനെ കാണിക്കാനാണ് ലോസ്റ്റ് ജനറേഷൻ റൈറ്റേഴ്സ് വിചാരിച്ചത്. They were always in need of finding out a new way of expression because already existing ആയിട്ടുള്ള വേസ് ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അവർക്ക് യാതൊരു കാരണവശാലും അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. അവർ കണ്ടു വളർന്ന സാധനങ്ങളോ കണ്ടു വളർന്നിട്ടുള്ള ഫോംസ് ഓഫ് എക്സ്പ്രഷൻ കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ലൈഫ് തകിടം മറിഞ്ഞു, അപ്സൈഡ് ഡൗൺ ആയി. അതുകൊണ്ട് തന്നെ ദേ വെയർ ഇൻ നീഡ് ഓഫ് എ ബ്രാൻഡ് ന്യൂ വേ ഓഫ് എക്സ്പ്രഷൻ. അങ്ങനെ ഒരു പുതിയ സ്റ്റൈൽ ഓഫ് എക്സ്പ്രഷൻ, വേ ഓഫ് എക്സ്പ്രഷൻ കണ്ടുപിടിച്ച, അത് യൂസ് ചെയ്ത, തങ്ങളുടെ എയിമിലേക്ക് എത്താനായിട്ട് യൂസ് ചെയ്ത ആൾക്കാരാണ് ഈ ലോസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് ഗെർട്രൂഡ് സ്റ്റൈൻ വാസ് എ പാർട്ട് ഓഫ് മോഡേണിസ്റ്റ് മൂവ്മെൻറ്റ് എന്നുള്ളതാണ്. നമ്മൾ ലോസ്റ്റ് ജനറേഷൻ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞതാണ് കൺവെൻഷണൽ വേ ഓഫ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കൺവെൻഷണൽ വേസ് ഓഫ് എക്സ്പ്രഷൻ അതെല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്, ദേ ആർ ഓഫ് നോ യൂസ്. അതുകൊണ്ട് തന്നെ ദേ വെർ സീക്കിംഗ് എ ന്യൂ വേ ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് മോഡേണിസത്തിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചർ. എന്താണെന്ന് വെച്ചാൽ പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരിക, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ റിജക്റ്റ് ചെയ്യുക. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ മോഡേണിസത്തിൻ്റെ. അതല്ലാതെ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊസൈറ്റി അബ്സേർഡ് ആയിരുന്നു ആ സമയത്തെ. അത് അതേപോലെ തന്നെയാണ് അവരുടെ റൈറ്റേഴ്സിൻ്റെ വർക്ക്സിനാണെങ്കിലും പെയിൻറ്റിങ്സ് ആണെങ്കിലും അതിനകത്തെല്ലാം പോർട്രേ ചെയ്തുകൊണ്ടിരുന്നത്. സൊസൈറ്റി എത്രമാത്രം അബ്സേർഡ് ആണോ ആ സെയിം കാര്യം അവരുടെ വർക്ക്സിനകത്ത് അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്സേർഡിറ്റി എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ബാക്ക്ഗ്രൗണ്ട്. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ പോം. ഇറ്റ്സ് എ കോംപ്ലെക്സ് ആസ് വെൽ ആസ് മൾട്ടി ലെയേർഡ് പോം. ഈ പോയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഇമേജസും ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഫ്രേസസും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ മീനിങ് മനസ്സിലാവത്തില്ല. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയിട്ട് അതിനൊരു എൻഡിങ് കൊടുക്കാതെ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടാണ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു സമയത്തെ അബ്സേർഡിറ്റി തന്നെയാണ് കാണിക്കുന്നത്. മോഡേണിസത്തിൻ്റെ ആ എലമെൻ്റ് ആണ് ത്രൂ ഔട്ട് ദ പോയം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ഡോട്ടറിന് ഗെർട്രൂഡ് സ്റ്റൈൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ്. ഈ ഡോട്ടർ എന്ന് പറയുന്നത് ശരിക്കും മദേർലി ഇൻസ്റ്റിങ്ക്റ്റ് കാണിക്കാനായിട്ട് ഒരു ഡോട്ടറിൻ്റെ കാര്യം പറയുന്നതായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഡോട്ടർ എന്ന് കൺസിഡർ ചെയ്യുന്നത് അവരുടെ ഉള്ളിലെ ഒരു അവരുടെ ഉള്ളിലെ ആർട്ടിനെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ആ പോയം ഒന്ന് വായിക്കാം. വൈ ഈസ് ദ വേൾഡ് അറ്റ് പീസ്? This may astonish you a little, but when you realize how easily Mrs. Charles Bianco sells the work of American painters to American millionaires, you will recognize that authorities are constrained to be relieved. Let me tell you a story. A painter loved a woman. A musician did not sing. A South African loved books. An American was a woman and needed help. Are Americans the same as incubators? But this is the rest of the story. He became an authority. So, this poem speaks a lot about how art is commodified in America.
ആദ്യം തന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ക്വസ്റ്റ്യൻ മാർക്ക്. കൻ യു സീ എനി ക്വസ്റ്റ്യൻ മാർക്ക് ദെയർ? നിങ്ങൾക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കൺവെൻഷണൽ വേസിലല്ല എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് എങ്കിലും അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കില്ല. ഈ വേൾഡ് ഇപ്പം വളരെ പീസ്ഫുൾ ആയിട്ടാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? അതിനെ പറ്റിയിട്ട് നിങ്ങൾ ആലോചിക്കുമ്പം നിങ്ങൾക്ക് പെട്ടെന്നൊരു ഞെട്ടലൊക്കെ ഉണ്ടായേക്കാം. എന്തുകൊണ്ടാണ് ഇത്രയും പീസ്ഫുൾ ആയിട്ട് എനിക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്നൊക്കെ ആലോചിക്കും. പക്ഷേ മിസ്സസ് ചാൾസ് ബിയാങ്കോ എത്ര ഈസി ആയിട്ടാണ് അമേരിക്കൻ പെയിൻറ്റേഴ്സിൻ്റെ വർക്ക് അമേരിക്കൻ മില്യണേഴ്സിന് വിൽക്കുന്നത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള റീസൺ മനസ്സിലാവും. അമേരിക്കൻ മില്യണേഴ്സ് റിലീവ് ചെയ്യാനായിട്ട് അവർക്ക് ഈ അതോറിറ്റിയും അതിൻ്റെ കൺസ്ട്രെയിൻസും കാര്യങ്ങളുമൊക്കെ ആ ക്ലച്ചസിൽ നിന്നൊക്കെ ഒന്ന് റിലീവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ സമാധാനത്തിലായിട്ട് ജീവിക്കാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന അവരുടെ മണി എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരിങ്ങനെ ആർട്ട്, ബാക്കിയുള്ളവർ വരച്ചതും ചെയ്തതും ഒക്കെ ആയിട്ടുള്ള ആർട്ട് വർക്ക് ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടേയിരിക്കും. ഇതിനകത്ത് ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരു പെയിൻറ്റർ ഉണ്ടായിരുന്നു. ആ പെയിൻറ്റർ ആഫ്റ്റർ എ പോയിൻ്റ് ഓഫ് ടൈം ഹി സ്റ്റാർട്ടഡ് ടു ലവ് സമ്മൺ. ഒരു സ്ത്രീയെ അയാൾ പ്രണയിച്ചു തുടങ്ങി. ആ സമയം വരെ അയാൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത് അയാളുടെ ഉള്ളിലെ ആർട്ടായിരുന്നു. അയാളുടെ ഫോക്കസിൽ ഒരു ഷിഫ്റ്റ് വന്നു. അയാളുടെ സ്നേഹം ആർട്ടിൽ നിന്ന് ഒരു സ്ത്രീയിലേക്ക് മാറിയപ്പോൾ തന്നെ ആർട്ടിന് അയാളുടെ ലൈഫിലുള്ള സിഗ്നിഫിക്കൻസ് കുറഞ്ഞുകൊണ്ടേയിരുന്നു. അയാളുടെ ലക്ഷ്യം തന്നെ മാറി. അതുപോലെ തന്നെ ഒരു മ്യൂസീഷ്യൻ ഉണ്ടായിരുന്നു. അയാൾ പാട്ട് പാടുന്നില്ല. ഒരു സൗത്ത് ആഫ്രിക്കൻ ഉണ്ടായിരുന്നു. അയാൾക്ക് ബുക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ പല പല ആഗ്രഹങ്ങളും ഇൻട്രസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളാണ് ഓരോ മനുഷ്യർക്കും ഉള്ളത്. സോ ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് നമ്മളുടെ പാഷൻ നമുക്ക് ത്രൂ ഔട്ട് അവർ ലൈഫ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ എന്തിനെതിരെയാണോ പൊരുതിയത്, നമ്മൾ ആർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു ലൈഫ് സ്റ്റൈലായിരുന്നു നമ്മളുടേത്. ഈ പെയിൻറ്റർ ആയാലും സൗത്ത് ആഫ്രിക്കൻ ആണെങ്കിലും മ്യൂസീഷ്യൻ ആണെങ്കിലും ആർട്ടിനായിരുന്നു അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ്. പക്ഷേ വേറെ എന്തോ കാര്യത്തിനായിട്ട് മോണിറ്ററി ബെനിഫിറ്റ്സ് ഗെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ റെസ്ട്രിക്ഷൻ്റെ ഭാഗമായിട്ട് അവർ ഈ ആർട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. പിന്നെ മണി ഗെയിൻ ചെയ്യാനായിട്ട്, ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സോഴ്സ് മാത്രമായിട്ട് ആർട്ട് വർക്ക് മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് അമേരിക്കൻ പെയിൻറ്റേഴ്സിൻ്റെയൊക്കെ വർക്ക്സ് അമേരിക്കൻ മില്യണേഴ്സ് ഇങ്ങനെ വാങ്ങിക്കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം പെയിൻറ്റേഴ്സിന് ആ ആർട്ട് വർക്ക് ചെയ്തതിന് ശേഷം അവർക്ക് പൈസയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊരു ബെറ്റർ സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടാനായിട്ട്, നല്ല ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കിട്ടാനായിട്ട്, അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്ന കാര്യം പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് അവർ ഓരോ കാര്യങ്ങൾ ഗെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ അവിടെ അവർക്ക് നഷ്ടമാകുന്നത് ആർട്ടിൻ്റെ ഈസ്തറ്റിക് വാല്യൂ ആണ്. ഈസ്തറ്റിക് വാല്യൂ നഷ്ടപ്പെടുത്തിയിട്ട് ജസ്റ്റ് മോണിറ്ററി ഗെയിനിന് വേണ്ടി മാത്രമായിട്ടാണ് അവരുടെ ഉള്ളിലെ കലയെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ നോക്കിയേ. ആൻ അമേരിക്കൻ വാസ് എ വുമൻ ആൻഡ് നീഡഡ് ഹെൽപ്പ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ജെൻഡർ ഇനിക്വാലിറ്റീനെ പറ്റിയിട്ടും ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. അമേരിക്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ അമേരിക്കൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. സ്ത്രീക്ക് എപ്പോഴും ഒരു സപ്പോർട്ട്, ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട്, ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് എപ്പോഴും വേണം. അപ്പം അമേരിക്കയുടെ അവസ്ഥയും അല്ലെങ്കിൽ അമേരിക്കൻസിൻ്റെ അവസ്ഥയും ഒരു സ്ത്രീയുടെ അവസ്ഥ പോലെയാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആർ അമേരിക്കൻസ് ദ സെയിം ആസ് ഇൻക്യുബേറ്റേഴ്സ്. ഹിയർ ദ വേർഡ് ഇൻക്യുബേറ്റർ ഇസ് യൂസ്ഡ് ആസ് എ മെറ്റഫർ. അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നൊരു കാര്യം അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ ആർട്ട് കൊണ്ട് എന്താണ് അവർ ഗെയിൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ, ഇക്വാലിറ്റി കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും അവരുടെ മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ അവരുടെ മൈൻഡിലുള്ളൊരു കാര്യവും അവരിപ്പോൾ ഗെയിൻ ചെയ്ത കാര്യവും രണ്ടാണ്. അവരെപ്പോഴും നല്ല രീതിയിൽ ജീവിക്കുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുക, അവരുടെ ആർട്ടിനെ എന്താണോ അവരുദ്ദേശിക്കുന്നത് അത് ബാക്കിയുള്ളവരിലേക്ക് എത്തിച്ച് ആസ് എൻ ആർട്ടിസ്റ്റ് വളരെ ഫേമസ് ആവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെ മൈൻഡിൽ എന്നും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഗോളിലേക്ക് എത്തിച്ചേരാനായിട്ട് അവർക്ക് സാധിച്ചില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അവരുടെ ഉദ്ദേശത്തിൽ ആർട്ടെന്ന് പറയുന്നത് വളരെ പ്യുവറായിട്ടുള്ള ഒരു ഈസ്തറ്റിക് വാല്യൂ ഉള്ളൊരു കാര്യമാണ്.
പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് വെറും മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മില്യനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവരുടെ ഗോൾ അറ്റൈൻ ചെയ്യാനായിട്ട് അവരവരുടെ ആർട്ടിനെ ഇങ്ങനെ വിറ്റുകൊണ്ടേ ഇരിക്കുവാണ്. അതിൻ്റെ ഈസ്തറ്റിക് വാല്യൂ നശിക്കുന്നു. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആർട്ടിസ്റ്റിന് അതെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്നു. കാരണം ഇതൊന്നും അല്ലായിരുന്നു അവരുടെ മനസ്സിൽ അവരിങ്ങനെ കൊണ്ടു നടന്ന ഒരു ഡ്രീം എന്ന് പറയുന്നത്. എന്തായാലും അവരുടെ ഉള്ളിലെ ആർട്ട് കൊണ്ട് അവർക്ക് മോണിറ്ററി ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടി. പക്ഷേ അവരെ എതിർത്തത് എന്താണോ അതിൻ്റെ ഒരു പാർട്ടായിട്ട് അവർ മാറുകയും ചെയ്തു. അവർക്കും അവസാനം വന്നപ്പോഴത്തേക്കും ആർട്ട് എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റി മാത്രമായിട്ട് മാറി. അപ്പോൾ ഒരു സൈക്കിളാണ്. ആ സൈക്കിളിൻ്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം അവർക്കും അതോറിറ്റി കിട്ടി. ആ അതോറിറ്റി കിട്ടാനായിട്ട് അവർ യൂസ് ചെയ്തത് അല്ലെങ്കിൽ അവർ കളഞ്ഞത് അവരുടെ ആർട്ടിൻ്റെ ഈസ്തറ്റിക് വാല്യൂ ആയിരുന്നു. അങ്ങനെയാണ് ഈ പോയം കൺക്ലൂഡ് ചെയ്യുന്നത്. വളരെ സാഡായിട്ടുള്ള പിക്ചർ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റിന് തൻ്റെ ഡ്രീം അല്ലെങ്കിൽ തൻ്റെ ആർട്ട് മറ്റൊരു കാര്യത്തിനെ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും നഷ്ടമായി പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഒരു ഡ്രീമിൻ്റെ പുറകെ പോകുമ്പം നമുക്ക് ജന്മനാ ഉള്ള ഒരു ടാലൻ്റ് ഇല്ലേ, ആ ടാലൻറ്റ് നഷ്ടമായിക്കൊണ്ടേയിരിക്കുന്നു. ആ പാഷൻ അവർക്ക് നഷ്ടമാകുന്നു. അവരുടെ ക്രിയേറ്റിവിറ്റി അവർക്ക് നഷ്ടമാകുന്നു. ഈ ട്രാജിക് ലോസിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ആ ജേണി, ആ എയിം അച്ചീവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ജേണിയിൽ അവർക്ക് എന്തൊക്കെ നഷ്ടമാകുന്നു എന്നുള്ള കാര്യമാണ് ഈ പോയത്തിനകത്ത് നമുക്ക് കാണുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പോം. താങ്ക് യു.